റെഡ് ലേഡി പപ്പായ, അതുപോലെ കുരുമുളക് കൃഷി, അതുപോലെ മുന്തിരിയുടെ ഒരു വളർച്ചാ രീതി, ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് നമ്മുടെ കൊടി ഇതുപോലെ പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺക്രീറ്റ് തൂണിൽ പപ്പായ നിറയെ ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം. നോക്കിതാ നന്നായിട്ട് പിടിച്ച് കയറുന്നുണ്ട്. ഇതിന് സാധാരണ തുണി ചുറ്റി കൊടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നു. നന്നായിട്ട് പിടിച്ച് കയറുന്നുണ്ട്. അതുപോലെ ചെറിയ 1-2 പച്ചക്കറികളും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു 2-3 സെൻറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ പരമാവധി ഓരോ സംഭവങ്ങൾ നട്ടിട്ടുണ്ട്. ഇതല്ല വഴുതിനിങ്ങ നന്നായിട്ട് നിറയെ ഉണ്ടാകുന്നുണ്ട് ഗ്രോ ബാഗിൽ. തക്കാളി നല്ല രീതിയിൽ അതൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലും മുന്തിരി കൃഷി നടത്താം, അല്ലെങ്കിൽ മുന്തിരി വളർത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂണിങ് രീതികളെക്കുറിച്ചൊക്കെ. ഇപ്പോൾ നിറയെ അത് പ്രൂൺ ചെയ്ത സമയത്ത് നമ്മുടെ പന്തലിലേക്ക് നിറയെ പടർന്ന് കയറുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് വീണ്ടും അതിനെ ടെറസിലോട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. മുകളിൽ ഞാനൊരു ഫ്രെയിം അടിച്ച് അവിടെ വലയൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കയറ് കെട്ടിക്കൊടുത്തിട്ട് അതിനെ അങ്ങോട്ടേക്ക് ഒരു 2 കമ്പിന് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. മുകളിലാകുമ്പം അത് നല്ല ഭംഗിയുണ്ടാവും. ഇതേപോലെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു പന്തൽ പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലും ഒക്കെ നടത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു തെളിവാണ്. അത് കാണിക്കാനാണ് ഞാനത് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. പലരും ഇതിൻ്റെ വളർച്ചാ രീതി എന്തായി എന്നൊക്കെ രീതിയിൽ പേഴ്സണൽ വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എല്ലാവർക്കും താങ്ക് യു.